അരേലിയ പ്ലാന്റ്സ് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചെറിയ ചെറിയ സ്റ്റെം എടുത്തിട്ട് നമ്മളൊരു പൂഴിമണ്ണിൽ നമ്മൾ നട്ട് കൊടുക്കുക. ഒരു 5-6 എടുത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുക. ഒരു ചട്ടിയിലിട്ടോ ചെറിയൊരു പോട്ടിൽ നട്ട് കൊടുക്കുക. അതൊന്ന് വേര് പിടിച്ചതിന് ശേഷം നമ്മൾ പോട്ടിംഗ് സൈറ്റ് ചാണകപ്പൊടി, മണ്ണ്, മണൽ, കൊക്കോപ്പിറ്റൊക്കെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് അതിനെക്കാട്ടി കുറച്ചൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഡ്രിം ചെയ്തിട്ട് ബോൾ പോലെ ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കുറച്ചും കൂടി വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. എപ്പം നട്ട് കൊടുക്കുമ്പോഴും ഇതിൻ്റെ തണ്ട് കാണാത്ത, അതായത് സ്റ്റെമ്മ് കാണാത്ത രീതിയിൽ ആഴ്ത്തി നമ്മൾ നട്ട് കൊടുക്കണം. അങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പോട്ടിലേക്ക് മാറ്റുമ്പോൾ ഒക്കെ തന്നെ സ്റ്റെമ്മ് കാണാത്ത രീതിയിൽ നമ്മൾ താഴ്ത്തിയിട്ട് നട്ട് കൊടുത്തിട്ട് എപ്പോഴും നമ്മൾ മാസത്തിൽ 2-3 തവണ ഡ്രിം ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ട്രിം ചെയ്തിട്ട് ഇങ്ങനെ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ബോൾ ഷേപ്പിൽ അല്ലാതെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. ബോൾ ഷേപ്പിലാക്കി എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ഈ ഒരു ചെടി വെക്കേണ്ടത്. വെളിച്ചം കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും വെക്കരുത്. അല്ലാതെ നമ്മൾ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം. മസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി നമുക്കറിയാം ഇലച്ചെടികൾക്ക് നല്ലതാണ്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലെല്ലാം കൂടെ ഇലച്ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കാൻ ഈ ഒരു ട്രിക്ക് മാത്രം നല്ല കേട്ടോ. ഈ ഒരു ടിപ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബോൾ ഷേപ്പിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഇതെന്ത് ചെയ്യണോ, നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെറുതാക്കി ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് സൈസിനനുസരിച്ച്, ചെടിയുടെ സൈസിനനുസരിച്ച് നമ്മുടെ പോട്ടിൻ്റെ സൈസ് മാറ്റി കൊടുത്തിട്ട് ആണ് ഈ ഒരു പ്ലാന്റ് ഈ രൂപത്തിലാക്കി എടുത്തിട്ടോ. ഈ രൂപത്തിലാക്കി എടുക്കുമ്പോൾ തന്നെ ഒരു 3 വർഷമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു ഗ്രീൻ അരേലിയ പ്ലാന്റ് കേട്ടോ. 3 വർഷമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് നട്ടിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കൊന്നും ഇതുപോലെ ആയി കിട്ടൂല കേട്ടോ. നമ്മൾ എത്ര ശ്രമിച്ചാലും ഇനിയിപ്പോൾ എത്ര വളം ഇട്ട് കൊടുത്താലും നമുക്ക് ഇതുപോലെ ആയി കിട്ടില്ല. അതിന് കുറച്ച് സാവകാശമുണ്ട്. എങ്കിലും നമുക്ക് ചെറിയ പോട്ടിലും ബോളാക്കി എടുക്കാം. വലിയ ബോളാക്കി എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഇതുപോലെ നമ്മൾ കാത്തിരിക്കണം അല്ലേ. കാത്തിരുന്നാൽ എന്താണ് നല്ല ബോൾ ഷേപ്പിലുള്ള പ്ലാന്റായി മാറും കേട്ടോ. നല്ല ഭംഗിയായിട്ട്. അപ്പോൾ ഈ അരേലിയ പ്ലാന്റ്സിന് നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വേണം. ചാണകപ്പൊടിയാണ് ഇതിന് മസ്റ്റായിട്ടുള്ള ഒരു വളം. അതായത് ഓർഗാനിക് വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബോൾ ഷേപ്പിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി.